Hi, welcome to Jinu's Fashion. ഇന്ന് നമ്മൾ ഒരു അടിപൊളി അവിയലാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിയൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അവിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെജ് ആണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വെറൈറ്റി ട്വിസ്റ്റ് കൊണ്ടുവരികയാണ് നമ്മുടെ അവിയലിലേക്ക്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്കനും കൊണ്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ ഈ അവിയൽ എങ്ങനെ തയ്യാർ ചെയ്യണോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഇപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോൺ വെജ് അവിയലാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് നല്ലൊരു വെറൈറ്റിയാണ്, അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്, സോഫ്റ്റ് പീസ്. നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെ തന്നെ നീളത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ 25 ഗ്രാം പൊട്ടാറ്റോ, അതേ അളവിൽ തന്നെ നമ്മൾ ക്യാരറ്റ്, പിന്നെ നമ്മൾ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ട മെയിൻ നമ്മുടെ തേങ്ങയാണ്. നമ്മളിവിടെ തേങ്ങ 1 കപ്പ് തേങ്ങ, അതുപോലെ 1/2 ടീസ്പൂണ് നല്ല ജീരകം, അതുപോലെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ അരച്ച് വെച്ചാണ്. പിന്നെ പുളിക്ക് വേണ്ടി ഞാനിവിടെ 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത്രയുമാണ് നമ്മുടെ ചിക്കൻ അവിയൽ, നോൺ വെജ് അവിയലിന് ഉള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ ഇന്ന് ഒരു മൺചട്ടിയിലാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൺചട്ടിയിലാണ് അവിയൽ തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം പൊട്ടാറ്റോ ഇടുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, മുരിങ്ങയ്ക്ക അരിഞ്ഞത്, അതുപോലെ നമ്മളൊരു 3 പച്ചമുളകുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനാണ്, അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മളിതിനകത്തേക്ക് വെളിച്ചെണ്ണ കുറച്ച് ആഡ് ചെയ്യുന്നത്, ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റിൽ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അവിയലിന് നമ്മൾ വെള്ളം ഒഴിക്കാറില്ല, നമ്മുടെ ഈ പച്ചക്കറിയിലെ വെള്ളം അത് ഇറങ്ങും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനകത്തേയും വെള്ളം ഇറങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അവിയൽ എപ്പോഴും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് നമ്മൾ എണ്ണ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനി അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇടവിട്ട് നമ്മളിതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, എന്നാലും ഇതിനകത്ത് കുറച്ച് കണ്ടില്ലേ ചിക്കൻ്റെയൊക്കെ ആയിട്ട് ആ ഒരു വെള്ളമുണ്ട്, അത് മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ തേങ്ങ, അതുപോലെ തന്നെ നല്ല ജീരകം, ഞാൻ ഒരു 2-3 പച്ചമുളക് എരിവിന് വേണ്ടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് പുളിക്ക് വേണ്ടി നമുക്ക് അവിയലിന് എപ്പോഴും നമ്മൾ ഇച്ചിരി തൈര് ഒഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇച്ചിരി നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയിരുന്ന എണ്ണയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ, അവിയലിന് എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമ്മുടെ ചിക്കൻ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചാൽ മതി. നമ്മൾ ഇനിയും തീ കത്തിക്കണ്ട, ഈ ചൂടിൽ തന്നെ ഒന്നത് എണ്ണയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ആ ഒരു ടേസ്റ്റ് പിടിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ് ഞാൻ. എന്നിട്ട് ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം കമൻറ്റ്സ് എന്നെ അറിയിക്കുക. പിന്നെ എന്ത് വേണം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെറൈറ്റി അല്ല ക്രിയേറ്റീവായിട്ടുള്ള റെസിപ്പീസാണ് മിക്ക വീഡിയോസിലും ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ അവൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ്സ് പറയണം. അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് പിന്നെയും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം